ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വൈകിട്ട് നമുക്ക് കുറച്ച് അരി അരച്ച് വെക്കാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള അരിയും കുറച്ച് തേങ്ങയും ഒക്കെയാണ് നമ്മളിവിടെ അരച്ച് വെക്കുന്നത്. തേങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത് കരിക്കാണ്. അത് ചെറിയ പീസായി അരിഞ്ഞതും പച്ചരിയും കൂടി നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു. നന്നായിട്ട് അരഞ്ഞു വന്ന അരിയിൽ നമ്മൾക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കണം. അരി നമ്മൾ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ പീസായി അരിഞ്ഞ കരിക്ക്, പിന്നെ വലിയ ഒരു സ്പൂൺ ചോറ്, ഇവ ചേർത്താണ് നമ്മൾ അരച്ചു വെച്ചത്. ഇതിലേക്ക് പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. നമ്മളിത് അടച്ച് മാറ്റി വെച്ചു. രാവിലെ കഴിയുമ്പം നമ്മുടെ മാവ് നല്ല പൊളിച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ദോശക്കല്ലിലൊഴിച്ച് നമുക്ക് ദോശയാക്കി ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ നമ്മുടെ കരിക്ക് ചേർത്ത അപ്പം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു കറി ഉണ്ടാക്കാം. അതിനായി ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മഷ്റൂമാണ്. അത് നമ്മൾ ഇന്നലെ ടൗണിൽ പോയപ്പോൾ വാങ്ങി വെച്ചിരുന്നതാണ്. ഇതിന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്കാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് ഇട്ട് വെക്കുന്നത്. ഇതിൻ്റെ പുറത്തുള്ള അഴുക്കും തീരെ നൈസായ പാട പോലെ ഒരു ഭാഗവും ഉണ്ട്. ഇതെല്ലാം നമ്മൾ നീക്കം ചെയ്താണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയ വെള്ളത്തിലേക്കിട്ട് കുറച്ച് സമയം വെക്കണം. ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് 2-3 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ നിന്നും ഇത്രയും ഭാഗങ്ങൾ ഇതിൻ്റെ വേസ്റ്റായിരുന്നു. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ ചെറിയ പീസായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്നു വരുമ്പം ഇതിലേക്ക് നമ്മളൊരു വലിയ തക്കാളി കൂടി ചെറിയ പീസായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവോള കൂടി ചേർക്കാം. ലേശം ഉപ്പും ചേർത്തൊന്ന് വഴന്നു വരുമ്പം അതിലേക്ക് നമുക്ക് മഷ്റൂം കൂടി ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് കഴിഞ്ഞ് സ്റ്റൗ സിമ്മിലാക്കി വെച്ചാൽ ഇതിൻ്റെ ആവി വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയ പീസായി എറിഞ്ഞ തക്കാളി കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഇനി ഇതിനായി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനായി നമ്മൾ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ലേശം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ലേശം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് ചൂടാക്കിയാണ് ഇതിലേക്ക് ചേർത്തത്. പൊടികളും മഷ്റൂം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി അതിലേക്ക് ഇതിന് വേവിനാവശ്യമായ കുറച്ച് മാത്രം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വറ്റി വന്ന മഷ്റൂമിലേക്ക് നമുക്ക് ലേശം തേങ്ങ കൂടി അരച്ച് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്താലും നന്നായിരിക്കും. അങ്ങനെ മസാല ചേർത്ത് നമ്മുടെ അടിപൊളി മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ലേശം മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ടേസ്റ്റിയായ നമ്മുടെ മഷ്റൂം കറിയും കരിക്കപ്പവും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ